ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ ഫ്ലൈറ്റ് എയർപോർട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതുപോലെ ട്രിവാൻഡ്രത്തെ എയർപോർട്ടുള്ളൂ, എങ്ങാണ്ട് 10-15 വർഷം മുമ്പ് ഞാൻ പോയിട്ട് ഇവർ നമ്മുടെ കൂട്ടത്തിലുള്ളവർ പരസ്പരം പറ്റിക്കും, അറിയാലോ അല്ലേ. ഇങ്ങനെ ക്യൂ നിൽക്കുക ഇമിഗ്രേഷന്, എല്ലാവരും ഫ്ലൈറ്റിൽ കയറുമ്പോഴുള്ള പേടി, അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ടേ എന്നോട് പറയാ, ഇനി എല്ലാവരും 7 ഫോട്ടോ അങ്ങ് എടുക്കാൻ. 7 ഫോട്ടോ പെട്ടെന്ന് തരാൻ, ഫ്ലൈറ്റിൽ കയറാൻ. 7 ഫോട്ടോയോ? ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. 7 ഫോട്ടോ പെട്ടെന്ന് 7 ഫോട്ടോ തരാൻ ഇവർ പ്ലാൻ ചെയ്തിട്ടേ. നമുക്കിത് ഒരു ടാഗ് തരുമല്ലോ, പ്ലാസ്റ്റിക് റബ്ബറിൻ്റെ ഒരു ഇതിട്ടുണ്ട്. ഇത് കയ്യിൽ പേര് എഴുതിയിട്ട് ഇവിടെ ഇടിച്ചിട്ടുണ്ട് എൻ്റെ ഇതിട്ടുണ്ട് ചെല്ലണമെന്ന്. അതുപോലെ നമ്മുടെ ഒരു ആർട്ടിസ്റ്റിന് 10 രൂപ കൊടുത്തിട്ട് കയറി ഫ്ലൈറ്റിലേക്ക് കാല് വയ്ക്കുമ്പോൾ എയർ ഹോസ്റ്റസ് നിൽക്കുമല്ലോ, ചുരുട്ടി ഇവർ 10 രൂപ കയ്യിലേക്കാണ് കൊടുത്തേക്കാൻ. ആദ്യ കാലങ്ങളിലൊക്കെ അല്ലേ മുഖം തുടങ്ങി ടിഷ്യൂ തിന്നിട്ടുണ്ട് ഫ്ലൈറ്റിൽ കയറിയിട്ട്. എങ്ങനെ ആദ്യ കാലങ്ങളിൽ നമുക്കൊന്നും അറിയില്ല. തൊട്ടടുത്തിരിക്കണോ കാണിക്കണ കണ്ടുപോലും ചെയ്യാൻ. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള എടുത്തിരിങ്ങനെ ഇങ്ങനെ ആദ്യമായിട്ട് കേട്ട് ഇങ്ങനെ പരിങ്ങ് ഇത് തുറക്കണമില്ല, ആരെങ്കിലും കഴിക്കണ കണ്ടാലാണ് ഇത് തിന്നാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോൾ മറ്റേ ടിഷ്യൂ ഉണ്ടല്ലോ മോം തുറങ്ങനെ കറക്റ്റ് മടക്കി ബബിൾക്കം പോലെ വെച്ചേക്കുക. അത് കീറിയിട്ട് ഇവൻ കീറുന്നുണ്ട്, അവനും കീറി. എന്നിട്ട് അവനിങ്ങനെ എടുത്തിട്ട് കൊണ്ടൊരു വായിലേക്ക് വെക്കുമ്പോഴേക്കും അവൻ വായിലിട്ട് കഴിഞ്ഞു. മിമിക്രി അല്ലാതെ വേറെ എന്തെങ്കിലും കലാരൂപങ്ങൾ ചെയ്തിട്ടുണ്ടോ? ടാബ്ലോ ഇതിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബൈബിളിൽ ഫ്രാൻസിസ് അസീസി എന്ന് പറഞ്ഞൊരു വിശുദ്ധനുണ്ട്, സെൻറ്റ് ഫ്രാൻസിസ് അസീസി. അദ്ദേഹം ഈ ചെന്നായിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മുട്ടുമടക്കി നിൽക്കും അദ്ദേഹത്തിന് മുമ്പിൽ. എത്ര ക്രൂരനായ ചെന്നായാണെങ്കിലും അത്ര ഒരു പവർഫുള്ളായിട്ടുള്ളൊരു വിശുദ്ധനാണ് ഫ്രാൻസിസ് അസീസി. അപ്പോൾ അതാണ് സബ്ജക്റ്റ്. പക്ഷെ വേറെ ഈ ചെന്നായനൊന്നും നമുക്ക് ഒപ്പിക്കാൻ പറ്റില്ലല്ലോ, നടപടിയാവാത്ത കേസാണ്. പക്ഷെ വേറൊരു വെച്ചാൽ ഞങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന എതിരെന്ന് പറഞ്ഞാൽ അന്ന് ഇതാണല്ലോ, എന്താണ് മത്സരത്തിൻ്റെ ഒരു പവറാണല്ലോ. അപ്പം ഞങ്ങൾക്ക് ഫസ്റ്റ് കൊണ്ടുപോകണം, നിങ്ങൾക്ക് ഫസ്റ്റ് കൊണ്ടുപോകണം എന്നുള്ള ചിന്തയിൽ പേര് കൊടുത്ത് ആ സംഭവത്തിന് ഞങ്ങൾ ഞെട്ടിപ്പോയി. സത്യമായവരോട് എന്ത് ചേർന്നോ, അവരുടെ വീട്ടിലൊരു ഉഗ്രം പട്ടിയുണ്ട്, നല്ല ഒത്ത പൊക്കം, നല്ല സൈസായൊരു സാധനം. ഇവരിങ്ങനെ മേടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരും, കറക്റ്റ് ചെന്നായ പോലെ തോന്നിക്കും. അതേതാണ്ട് ആ രൂപമാണ് അതിന്, ആ പട്ടിക്ക്. ഞങ്ങൾ വൈകുന്നേരം പോയി പാത്തിങ്ങനെ നോക്കുമ്പോൾ അവിടെ ഭയങ്കര റിഹേഴ്സലാണ്. അതായത് എതിർ ഗ്രൂപ്പാണിത്. ഓക്കെ, ഭയങ്കര റിഹേഴ്സലാണ്. രണ്ടു ചേട്ടനനിയന്മാരും ഭയങ്കര റിഹേഴ്സൽ. സിഗ്നൽസാണ് കംപ്ലീറ്റ്. കൈകുത്തി ഇരിക്കും. ഇത്രയും മതിയാവും. കാരണം ഇത്രയും ഒരു സാധനം വന്നിട്ട് അത്ര ഇരിക്കണമെങ്കിൽ അത് ഗടാഗടിയാനായിട്ടുള്ളൊരു ഉഗ്രം സാധനം. പോയി ഞങ്ങളിനി പേര് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഇനി അവിടെ കാട്ടാളനല്ല, ഇനിയിപ്പോൾ ഈ മറ്റേ ശവനീന് വന്നാലും അങ്ങനത്തെ സെറ്റപ്പൊക്കെ കൊണ്ടുവന്നാലും ഒന്നും നടപടിയാവില്ല. മറ്റൊരു പ്രൈസ് അടിക്കും. പട്ടി ഒറിജിനൽ പട്ടി അഭിനയിക്കുന്നു മാത്രമല്ല ഉണ്ട്. അപ്പം മത്സര ദിവസം ഓക്കെ. അപ്പോൾ ചെസ് നമ്പർ 16 എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നേരെ കറക്റ്റായിട്ട് ലൈറ്റിൻ്റെ അരണ്ട വെളിച്ചം ഇങ്ങനെ നിന്നപ്പോഴേക്കും നോക്കിയപ്പോൾ കറക്റ്റ് ഫ്രാൻസിസ് അസീസി ലോഹൊക്കെ ഇട്ട് നല്ല താടി ഒക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക, നല്ല പ്രകാശപൂരിതമായിട്ടുള്ള ആളുകൾ ദിവ്യ പ്രഭയിൽ അങ്ങനെ സ്റ്റേജിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് മറ്റേ അനിയൻസാണ് സിഗ്നൽ കൊടുക്കണേ. ആർക്ക്? പട്ടിക്ക്. ചെന്നായാണല്ലോ, അപ്പോൾ കഥയിൽ ചെന്നായാണ്. അപ്പോൾ ഇങ്ങനെ പട്ടി വന്നു അങ്ങനെ അവരെ അതിൻ്റെ ശബ്ദങ്ങൾ കൊടുത്ത് പഠിപ്പിച്ചാണ്. ഈ പട്ടി ഇങ്ങോട്ട് വന്ന് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ നിന്നിട്ട് പിന്നൊന്ന് റിവേഴ്സ് പോയി ഇങ്ങനെ പുറകിലേക്ക്. ഇതെന്താ സംഭവം എന്ന് മറ്റേ സിഗ്നൽ കൊടുക്കുന്ന ആൾക്ക് പിടുത്തം കെട്ടാനുള്ള. ഇങ്ങനെ അല്ലായിരുന്നല്ലോ, നേരെ ചെല്ലണമാണല്ലോ, ഇതെന്ത് പറ്റി? ഒരു റിവേഴ്സ് പോകുന്നുണ്ടല്ലോ, മാറ്റി സിഗ്നൽ കൊടുത്തു. അപ്പം സിഗ്നൽ കൊടുക്കണ ഒരു ലുക്ക് പട്ടി വന്നു നിന്നു. പണി പാടിയ ഇത് പോരളിച്ച് കണ്ടപ്പോഴേക്കും പയ്യെ വേർന്നു കൊണ്ടല്ല, ഫ്രാൻസിസ് നിൽക്കുന്ന പയ്യൻ അവനിങ്ങനെ ഞെട്ടി. ഇതെന്താ സംഭവം എന്നൊരു പിടിപാടില്ല. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാത്തൊരു നിമിഷം ഇവൻ്റെ മുരളിച്ച മൂത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 4 കോരകൾ കുറച്ചും ലൈറ്റ് ഓഫ്. ആൾക്കാരില്ല.
ഞെട്ടിപ്പോയി. ഞെട്ടി. എന്താ സംഭവിച്ച കേസ് ഫസ്റ്റ് പ്രൈസും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടില്ല. എന്താ സംഭവിച്ചെന്നൊരു പാടില്ല. സിഗരറ്റ് മാറിപ്പോയതാണോ എന്ന് അറിയാൻ പാടില്ല. പിന്നീടാണ് ആ നഗ്നമായ സത്യം മനസ്സിലാക്കണത്. റിഹേഴ്സൽ കൊടുത്തപ്പോൾ രണ്ടുപേരും ലുങ്കിയും ഷർട്ടും ഇട്ടിട്ടാണ് റിഹേഴ്സൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഡെയിലി ഷർട്ടും കൊണ്ടും ജിമി പട്ടി ഒരു ഇങ്ങനെ കിടക്കും. ടേക്കിന്റെ സമയത്ത് സ്റ്റേജിൽ വന്നോടെയാണ് രൂപമാറ്റം ഇങ്ങനെ വന്നപ്പോൾ പട്ടിക്ക് ഒരു സംഭവമൊക്കെ തന്നെ. പക്ഷേ എവിടെയോ ഒരു സംതിങ് വ്യത്യാസമുണ്ട്. ഈ പട്ടികൾക്ക് പിടുത്തം കിട്ടും, എന്നാലും ഒരു ഏത് പട്ടിയാണെങ്കിലും സംശയിക്കൂലേ. ആരുടെ താടി കിട്ടണ് ഇവൻ തന്നെയാണോ കാരണം അത് വല്ലാത്ത ഫീലിംഗ് ആയി പോയില്ല പാട്ടി ടീം. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായി ഞങ്ങളുടെ അവർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതില്ല, എല്ലാം പൊളിഞ്ഞു പോയി. അതാണ്